Hello everyone, welcome to Commerce Classroom. Forms of Business Organization എന്ന ഭാഗത്ത് നമ്മൾ മൂന്ന് ഫോംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ടാമത്തത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ദെൻ മൂന്നാമത്തത് പാർട്ണർഷിപ്പ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. നാലാമത്തെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നോക്കാം. ദ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് 2013 കമ്പനി നിയമപ്രകാരം ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എ കമ്പനി ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഫോം ചെയ്യുന്നതും എന്നാൽ നിയമപരമായിട്ട് മാത്രമേ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ അഥവാ ആ കമ്പനി ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് പെർപെച്വൽ സക്സഷൻ, ഒരു സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന എന്നാണ്. കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, ആളുകൾ കൂടാം കുറയാം, അതൊക്കെ ഉണ്ടാവും. അത് യാതൊരു തരത്തിലും കമ്പനിയെ എന്ത് ചെയ്യില്ല, ബാധിക്കൂല. കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, നിലനിന്ന് പോകും. ഇനി അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ പിൻബലത്തോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ് പെർപെച്വൽ സക്സഷൻ എന്നുള്ളത് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് എ കോമൺ സീൽ. കോമൺ സീൽ ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും നോർമലി അവർക്കൊരു സിഗ്നേച്ചർ ഉണ്ടാവും അല്ലെ. ഇവിടെ കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിലൊക്കെ നമ്മൾ സൈൻ ചെയ്യുന്നത് പോലെ കമ്പനിയുടെ സിഗ്നേച്ചർ ആണെന്ത്, കോമൺ സീൽ എന്ന് പറയുന്നത്. ഓക്കെ. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇസ് എ ബിസിനസ് എൻറ്റിറ്റി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റി ആണ്. ഇൻ വിച്ച് ഷെയർസ് ഓഫ് ദി കമ്പനി സ്റ്റോക്ക് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യും, വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഒരു കമ്പനികളുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനും ഉള്ള ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാങ്ങാം. പബ്ലിക്കിന് വാങ്ങാവുന്നത്, എനിക്ക് വാങ്ങാം, നിങ്ങൾക്ക് വാങ്ങാം, ആർക്കും വാങ്ങാം. തന്നെ വാങ്ങിയിട്ട് അത് എന്ത് ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. അപ്പൊ പബ്ലിക്കിന് ആക്സസബിൾ ആയിട്ടുള്ള കമ്പനിയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. നമ്മൾ നേരത്തെ സോൾ ട്രേഡർ, HUF, പാർട്ണർഷിപ്പ് ഒക്കെ പറഞ്ഞു. ഇതൊന്നും പബ്ലിക്കിന് നേരിട്ട് ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാനോ ഓണർ ആവാനോ കഴിയില്ല. ബട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിലോ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ആ കമ്പനിയുടെ ഷെയർ ഒക്കെ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും ആ കമ്പനിയുടെ ഓണർഷിപ്പ് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. The shareholders of the company are its owners. ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് എന്താണ് എന്ന് ഈ ഒരു കോൺസെപ്റ്റിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാം. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ആണ് പറയാനുള്ളത്. അതിലൂടെ തന്നെ നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഹാസ് ലീഗൽ സ്റ്റാറ്റസ്. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു കമ്പനീസ് ആക്ട് 2013. ആ നിയമപ്രകാരമാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ലീഗൽ സ്റ്റാറ്റസും കൂടെ ഉണ്ടാവും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫങ്ഷൻ ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ഒരു കമ്പനി ഫങ്ഷൻ ചെയ്യുന്നില്ല. ആ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. All business activities are done by the board of directors in the name of the company. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഒരു പേഴ്സൺ അല്ല, ബട്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ കമ്പനിയുടെ പേരിൽ അതിന്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് ആരായിരിക്കും അവിടെ ഉണ്ടാവുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, then separate legal entity. A company has its own identity distinct from its owner with the incorporation of a company. കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഓൺ ഐഡന്റിറ്റി ഉണ്ടാവും. ഓണറും അതുപോലെ തന്നെ കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഓണർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്.
ഷെയർ ഹോൾഡേഴ്സ് മരണപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനി അവിടെ എക്സിസ്റ്റഡ് ആണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, കമ്പനി പൂട്ടിപ്പോവില്ല. ആ നിയമത്തിന്റെ പിൻബലത്തോടു ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാലും കമ്പനി അവിടെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാനുള്ള കാരണം. ഓണറും അതുപോലെ തന്നെ എൻറ്റിറ്റിയും തമ്മിൽ ഡിഫറൻ്റ് ആണ് എന്നാണ് പറയുന്നത്. Then formation. A company is formed by fulfilling all the legal formalities as stated under Companies Act 2013. 2013 കമ്പനി നിയമപ്രകാരമുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ഫുൾഫിൽ ചെയ്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, കമ്പനി ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പെർപെച്വൽ സക്സഷൻ. ഇതും നമ്മൾ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ബി വൗണ്ട് അപ്പ് ബൈ ലോ ഓൺലി. അതുകൊണ്ട് തന്നെ അത് വൈൻഡ് അപ്പ്, അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ സോൾ ട്രേഡർ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. അത് ആർക്ക് വേണമെങ്കിലും ഫോം ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതിന് നിയമത്തിന്റെ പ്രത്യേക പിൻബലമോ കാര്യങ്ങളൊന്നുമില്ല. നഷ്ടം വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ പൂട്ടിപ്പോവാം അല്ലെ. കമ്പനി അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് ദ ഡെത്ത്, incapacity or insolvency of any of the members of the company does not have any effect on its existence. ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് പാപ്പരാവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല. ആ കമ്പനി ഉള്ളതുപോലെ എന്ത് ചെയ്യും, നിലനിൽക്കുകയാണ് ചെയ്യുക. ഇൻ സിമ്പിൾ ടേംസ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തത് മാത്രം. മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ. മെമ്പേഴ്സ് വരാൻ പോകാം, കാരണം ആർക്ക് വേണമെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാം, അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മാറി മാറി വരും. അപ്പൊ വരികയും ചെയ്യും, പോവുകയും ചെയ്യും. ഇവിടുത്തെ കമ്പനി ഗോസ് ഓൺ ഫോർ എവർ. കമ്പനി നിലനിന്നിട്ട് ദീർഘകാലം പോയിക്കൊണ്ടേയിരിക്കും. And the life of the company can come to an end only through the legal process of winding up. കമ്പനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയുള്ളൂ. അപ്പൊ പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഒരു കമ്പനിക്ക് ഉണ്ട് എന്നാണ് അതിന്റെ ചുരുക്കമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ. ബിസിനസ് അഫയേഴ്സ് ഓഫ് എ കമ്പനി ആർ മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, കുറച്ച് ഡയറക്ടർമാരുണ്ടാവും. ആ ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർക്ക് ലാഭവിഹിതം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ ആളുകൾ വേണം. ആ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, കോമൺ സീൽ. ആസ് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, ഇറ്റ് കനോട്ട് ഹാവ് എ സൈൻ ഓൺ ഇറ്റ്സ് ഓൺ. കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് കോമൺ സീൽ എന്നുള്ളത്. ഒരു ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, കമ്പനിക്ക് സൈൻ ചെയ്യാൻ കഴിയില്ല. ഹെൻസ് കോമൺ സീൽ ആക്ട് ആസ് ദ ഒഫീഷ്യൽ സിഗ്നേച്ചർ ഫോർ എ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സിഗ്നേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ സീൽ എന്ന് പറയുന്നത്. ഓൾ ദ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് മസ്റ്റ് ഹാവ് എ കോമൺ സീൽ ഫോർ ലീഗൽ ബൈൻഡിംഗ്. എല്ലാ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിലും കമ്പനിയുടെ ഒഫീഷ്യൽ സീൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നോർമലി നമ്മൾ സൈൻ ചെയ്യുന്നത് പോലെ കമ്പനിയുടെ സിഗ്നേച്ചർ ആണ് എന്ത്, കോമൺ സീൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിസ്ക് ബിയറിംഗ്. The risk of loss is shared by all the shareholders in proportion to their investment in the company. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അവരെത്രയാണോ ഷെയർ എടുത്തിട്ടുള്ളത് അതിൽ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ എത്രത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ലോസ് മാത്രമേ അവരെന്ത് ചെയ്താൽ മതി, ബിയർ ചെയ്താൽ മതി. The next one, limited liability. Liability only to the extent of the capital contribution. എത്രത്തോളം ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ക്യാപിറ്റൽ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മാത്രമേ അദ്ദേഹത്തിന് ഒരു ബാധ്യതയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നഷ്ടം വന്നു കഴിഞ്ഞാൽ എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അത്ര മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലുള്ളൂ, ലാബിലിറ്റി ബാധ്യത വരുള്ളൂ, തിരിച്ചടക്കാനുള്ള ബാധ്യത വരുള്ളൂ. ലിമിറ്റഡ് ലാബിലിറ്റി ആണ്. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ആ ഷെയർ ഹോൾഡേഴ്സ് എത്രയാണോ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്, എത്രയാണോ ക്യാപിറ്റൽ കൊടുത്തത് അത്ര വരെ എന്തുണ്ടാവുള്ളൂ, ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ മെമ്പർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് റുപ്പീസ് 1 lakh. 1 lakh എന്ന് പറയുന്നത് 1000 ഷെയർ. അങ്ങനെ ഒരു ഷെയറിന്റെ വില 100 രൂപ. ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ട് അങ്ങനെ ഒരാൾ 1000 ഷെയർ വാങ്ങി അങ്ങനെ 1 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
then the member will be liable to 1 lakh only. അപ്പോൾ ആ 1 ലക്ഷത്തിന് മാത്രം അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടാവുള്ളൂ. ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓർ വൈൻഡിങ് അപ്പ് ഓഫ് ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ലീഗലി ക്ലോസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരാള് എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട്, ആ ഷെയറിന് എത്ര എമൗണ്ട് ആണ് ഉള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് ഫീച്ചേഴ്സ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എക്സാമിന് എഴുതുമ്പോൾ ഒന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളാണ് ഉള്ളത് എന്ന് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, there are 3 categories of companies. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ് കമ്പനിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, സെക്കൻഡ് വൺ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, തേർഡ് വൺ പേഴ്സൺ കമ്പനി. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. 1 പേഴ്സൺ കമ്പനി 2 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ തമ്മിലുള്ള മീനിങ് അടക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു 3 ടൈപ്പും നമ്മൾ എന്താണ് എന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് നോക്കാം. പ്രൈവറ്റ് കമ്പനി യൂഷ്വലി ഈസ് ഓൺഡ് ബൈ ഇറ്റ്സ് ഫൗണ്ടേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്തിട്ടുള്ളത് അത് ആരൊക്കെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, അഥവാ അതിന്റെ ഫൗണ്ടേഴ്സ് ആണ് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. then അത് മാനേജ് ചെയ്യുന്നതും അവർ തന്നെയാണ്. then അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മാത്രമേ ഈ പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ആളുകൾ ഓൺ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക്കിന് യാതൊരുവിധ ആക്സസും ഈ ഒരു രൂപത്തിലുള്ള കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എ കമ്പനി മസ്റ്റ് ഹാവ് മിനിമം 2 or maximum 200 members. പ്രൈവറ്റ് കമ്പനിക്ക് പ്രധാനമായിട്ട് വേണ്ടത് 2 മിനിമം നമ്പർ ആണ്. 2 പേര് കൂടിയിട്ടാണ് പ്രൈവറ്റ് കമ്പനി ഉണ്ടാവുക. അല്ലെങ്കിൽ മാക്സിമം എത്ര, 200 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും അംഗങ്ങളുള്ള ആ ഗ്രൂപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് കൂടിയിട്ടുള്ള കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനി. അവർ മാത്രം ഓൺ ചെയ്ത് അതിന്റെ മാനേജ്മെന്റ് ഒക്കെ അവർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ പബ്ലിക്കിന് യാതൊരുവിധ കൺസേണും ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതല്ല. കമ്പനിക്ക് പബ്ലിക്കിന് ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാനോ വിൽക്കാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. ഇപ്പോൾ കമ്പനിയുടെ ഷെയർ ഈ ഗ്രൂപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് പബ്ലിക്കിന് കിട്ടുകയില്ല. അതുപോലെ തന്നെ ഈ ഷെയർ വാങ്ങിയ ആളുകൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. റെസ്ട്രിക്റ്റഡ് ആണ്. ദെൻ information about its operation and financial performance is not available to the public. പബ്ലിക്കിന് അഥവാ പൊതുസമൂഹത്തിന് ഈ തരത്തിലുള്ള കമ്പനികളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ അനാലിസിസും ബാലൻസ് ഷീറ്റും അങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊന്നും എന്ത് ചെയ്യില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷന് പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കില്ല. അത് ആ കമ്പനി ഓൺ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ അറിയുകയുള്ളൂ. ഫണ്ട്സ് cannot be generated from the public. ജനറൽ പബ്ലിക്കിൽ നിന്നും അഥവാ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഒരിക്കലും ഫണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന്, ആ കുറച്ച് പേര് ആരൊക്കെയാണ് അതിന്റെ ഫൗണ്ടേഴ്സ്, അവർക്ക് മാത്രമേ ഫണ്ട് കളക്ട് ചെയ്യാനും ഫണ്ട് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ആ കമ്പനിക്ക് ഒരിക്കലും പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഷെയർ ഇഷ്യൂ ചെയ്തിട്ടൊന്നും ഫണ്ട് കണ്ടെത്താനായിട്ട് കഴിയില്ല. യൂസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്റ്റർ ദ കമ്പനി നെയിം. കമ്പനിയുടെ ആ പേരുണ്ടാവും, ഏത് കമ്പനിയാണ് ആ കമ്പനിക്ക് പേരുണ്ടാവും. ആ കമ്പനിയുടെ പേരിന്റെ അവസാനമായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് യൂസ് ചെയ്യണം. അത് കമ്പൽസറി ആണ്. എക്സാമ്പിൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ക്ലോത്തിങ് കമ്പനിയാണ്. ലൈഫ് സ്റ്റൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ആ കമ്പനിയുടെ ലാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ അഡോബ് സിസ്റ്റം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പ്രത്യേകമായിട്ട് അവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതാണ്. ഓക്കെ, ഇനി എന്താണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്? എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി.
പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനികളൊക്കെ എന്താണ്? പബ്ലിക് കമ്പനികളാണ്. മിനിമം 7 മെമ്പേഴ്സ് വിത്ത് നോ ലിമിറ്റ് ഓൺ മാക്സിമം മെമ്പേഴ്സ്. മിനിമം 7 പേര് വേണം ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ. മിനിമം 7 ആളുകൾ വേണം. മാക്സിമം എത്രയും ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് എന്തായിരിക്കും? ആക്സസിബിൾ ആണ്. അതാണ് പബ്ലിക് കമ്പനി എന്ന് പറയാനുള്ള കാരണം. എല്ലാവർക്കും ആ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. ഫ്രീ ടു ട്രാൻസ്ഫർ ഷെയർസ്. ഷെയർസ് വാങ്ങാം, വിൽക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം, ഫ്രീ ആയിട്ട് ചെയ്യാം. ദെൻ ഇഷ്യൂ ഷെയർസ് ടു ദ ജനറൽ പബ്ലിക്. ഷെയർസ് എന്താണ്? ജനറൽ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ് ഈ കമ്പനിക്ക്. പബ്ലിക് കമ്പനികൾക്ക് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ് നോർമലി പബ്ലിക് കമ്പനി ആയിട്ട് വരുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ആ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഷെയർസും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് നടക്കുന്ന സ്ഥലമാണ് എന്ത്? സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് നോർമലി എന്ത്? പബ്ലിക് കമ്പനി. ആ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയാൽ ആർക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം? ആ മാർക്കറ്റിൽ പോയിട്ട് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. യൂസസ് പബ്ലിക് ലിമിറ്റഡ് ആഫ്റ്റർ ദ കമ്പനി നെയിം. കമ്പനിയുടെ അവസാനത്തിൽ പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് എന്നുള്ള ഒരു വേർഡ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, LTD എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിമിറ്റഡ് എന്നാണ്. ലിമിറ്റഡ് എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കേട്ടോ. ആ ഒരു കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിൽ വാങ്ങാം, വിൽക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡ്, ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അവസാനം ലിമിറ്റഡ് എന്നായിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പ്രത്യേകം കാണിക്കും. പബ്ലിക് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് എന്ന് മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ആക്സസബിൾ ആണ്. പബ്ലിക്കിന് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും ആ കമ്പനിയുടെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള കമ്പനികളാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 1% കമ്പനിയെ കുറിച്ചാണ്. 1% കമ്പനി എന്താണ്? 1% കമ്പനി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 1% കമ്പനിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് ആ മീനിങ്ങിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്താണ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. 2 മാർക്കിനൊക്കെ നോർമലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് 1% കമ്പനി എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ബെനിഫിറ്റും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള മീനിങ്ങിൽ തന്നെ എടുത്ത് എഴുതാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് എന്താണ് 1% കമ്പനി എന്നുള്ളത് പറയാം. Companies Act defines a 1% company as a company that has only one person as to its member. കമ്പനി നിയമപ്രകാരം 1% കമ്പനി അല്ലെങ്കിൽ 1 man കമ്പനി എന്നും പറയാനുണ്ട് കേട്ടോ. 1% കമ്പനി എന്ന് പറയുന്നത് ഓൺലി 1 person, അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രമേ മെമ്പർ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സോൾ ട്രേഡർ അങ്ങനെയല്ലേ? സോൾ ട്രേഡർ എന്ന് പറയുന്നതും ഒരു ഇൻഡിവിജ്വൽ ആണ്. പക്ഷേ ആ ഒരു കമ്പനി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇവിടെ 1% കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം അഥവാ കമ്പനി നിയമപ്രകാരം കമ്പനിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ രജിസ്റ്റർ ചെയ്താൽ എന്താണ്? ആ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ പിൻബലത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി സോൾ ട്രേഡ് എന്നുള്ള സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം? പൂട്ടാം. അതിന് നിയമത്തിന്റെ കാര്യങ്ങളൊന്നും വേണ്ട. കോടതികളും മുഖാന്തരം അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ പ്രൊസീജിയറോ കാര്യങ്ങളൊന്നും വേണ്ട. 1% കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വേണം. അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിയമത്തിന്റെ പിൻബലം വേണം. It is incorporated as a private company which has only one member and one director. ഒരു മെമ്പർ അദ്ദേഹം തന്നെ ആയിരിക്കും എന്ത്? ഡയറക്ടർ ആയിട്ടുണ്ടാവുക. പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. 1% കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരിക്കും ഉണ്ടാവുക. It has all the benefit of private limited companies such as a separate legal entity. പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അഥവാ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്ത ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്ന് പറഞ്ഞാല് പേഴ്സണും അഥവാ ആ 1 പേഴ്സണും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സും സെപ്പറേറ്റഡ് ആണ്. ഇപ്പൊ സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ആ സോൾ ട്രേഡർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബിസിനസ് പൂട്ടിപ്പോകും അല്ലെ? 1% കമ്പനി ആണെങ്കിൽ ആ പേഴ്സൺ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ ഒരു നോമിനി, ആരാണോ നോമിനി ആയിട്ട് കൊടുത്തത് ആ നോമിനി ആയിരിക്കും ആ കമ്പനിയുടെ ഓണർ ആയിട്ട് പിന്നെ വരുന്നത്. ആ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പൂട്ടിപ്പോകുന്നില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാലോ
ആ കമ്പനി പൂട്ടി പോകുന്നില്ല. വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിയമത്തിന്റെ ആ ഒരു പ്രൊസീജിയർ, ലീഗൽ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പനി പൂട്ടി പോകേണ്ടത്. നേരെ പോയിട്ട് കമ്പനി ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതുപോലെ തന്നെ പ്രൊട്ടക്ടിങ് പേഴ്സണൽ അസറ്റ് ഫ്രം ലാബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് ആൻഡ് പെർപെച്വൽ സക്സഷൻ. അപ്പോൾ പേഴ്സണൽ അസറ്റുകളൊന്നും പോവില്ല. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എന്താണ് ബെനിഫിറ്റ് അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പെർപെച്വൽ സക്സഷൻ ആണ് എന്ന് പറഞ്ഞാൽ കമ്പനി ദീർഘകാലം നിലനിൽക്കുന്നതാണ്, സ്ഥായിയായി നിലനിൽക്കുന്നതാണ്. അത് നിയമത്തിന്റെ പിൻബലത്തോടുകൂടി മാത്രമേ അതിന്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ്. 3 കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. ആദ്യം പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയുടെ മീനിങ് ജസ്റ്റ് നോക്കാം. എ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി ദാറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഹൂസ് ഷെയർസ് ആർ പബ്ലിക്കലി ട്രേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ് പബ്ലിക് കമ്പനീസ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അഥവാ പൊതു സമൂഹത്തിന് ആ കമ്പനിയുടെ ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യാവുന്നതാണ്. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റെഫേഴ്സ് ടു എ കമ്പനി ദാറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ദ ഷെയർസ് ആർ ഹെൽഡ് പ്രൈവറ്റ്ലി ബൈ ദ മെമ്പേഴ്സ് കൺസേൺഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണ് എന്ത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷെയർസ് ആ ഒരു മെമ്പേഴ്സിന് മാത്രമായിട്ട് ഉള്ളതാണ്. പബ്ലിക്കിന് ഒരിക്കലും അത് ആക്സസബിൾ ആയിട്ട് വരുന്നതല്ല. ഓക്കെ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 7 മെമ്പർ വേണം. ദെൻ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ആണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്ക് അൺലിമിറ്റഡ് ആണ്, എത്രയും ആവാം. ദെൻ പ്രൈവറ്റ് കമ്പനി 200 ആണ് മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് 3. പബ്ലിക് കമ്പനി ആണെങ്കിൽ ചുരുങ്ങിയത് 3 ഡയറക്ടർമാർ വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ക്യാൻ ഇഷ്യൂ പ്രോസ്പെക്ടസ്. പബ്ലിക് കമ്പനി എന്ത് ചെയ്യും, പ്രോസ്പെക്ടസ് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. ദെൻ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊഹിബിറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പബ്ലിക് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഈസിലി ട്രാൻസ്ഫറബിൾ, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. നോ റെസ്ട്രിക്ഷൻ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പ്രൈവറ്റ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്, എന്ത് ചെയ്യാൻ കഴിയില്ല, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. Then public subscriptions. It may invite the public to subscribe for its shares or bond. പബ്ലിക് കമ്പനിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിനോട് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ് ഓർ ബോൺസ് ടു ദ പബ്ലിക് ഈസ് പ്രൊഹിബിറ്റഡ്. ഒരിക്കലും പബ്ലിക്കിലോട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരു പ്രൈവറ്റ് പീപ്പിളിന് മാത്രമേ ഷെയർ വാങ്ങാനൊക്കെ കഴിയുള്ളൂ. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. മീറ്റിംഗ് കോറം മിനിമം 5 മെമ്പറും വേണം. കോറം തികയണമെന്നുണ്ടെങ്കിൽ 5 മെമ്പർ ആണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആണ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് മാൻഡേറ്ററി. നിർബന്ധമായിട്ടും നിയമപരമായിട്ടുള്ള മീറ്റിംഗ് ഒരു വർഷത്തിൽ ഇത്ര തവണ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കൂടുതൽ കമ്പൽസറി ആണ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് ഓപ്ഷണൽ ആണ്. ദെൻ യൂസ് ഓഫ് സഫിക്സ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എ പബ്ലിക് കമ്പനി മസ്റ്റ് കമ്പൽസറിലി ഇൻക്ലൂഡ് ദ വേർഡ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് നെയിം. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ആ പബ്ലിക് കമ്പനിയുടെ ആ കമ്പനി നെയിമിന്റെ ഏറ്റവും അവസാനമായിട്ട് ലിമിറ്റഡ് എന്ന പേര് കാണാനായിട്ട് കഴിയും. ദെൻ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഇൻക്ലൂഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് എ സഫിക്സ് ഇൻ ഇറ്റ്സ് നെയിം. ആ കമ്പനിയുടെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകം എഴുതി ചേർക്കൽ നിർബന്ധമാണ്. Then disclosing reports to the public must compulsorily issue quarterly and annual financial statement to the public. പബ്ലിക്കിന് എന്ത് ചെയ്യണം, എല്ലാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റുകളൊക്കെ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. പബ്ലിക്കിന് അത് ആക്സസബിൾ ആയിരിക്കുകയും വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഡസ് നോട്ട് ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിസൾട്ട് ടു ദ പബ്ലിക്. പബ്ലിക്കിന് യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടും ഫിനാൻഷ്യൽ റിസൾട്ടും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് സീക്രട്ട് ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് യാതൊരുവിധ ആക്സസും പ്രൈവറ്റ് കമ്പനിയുടെ ഇൻഫർമേഷൻസ് യാതൊരുവിധ ആക്സസും ഉണ്ടായിരിക്കുന്നതല്ല. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും പബ്ലിക്കിന് ലഭ്യമായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 5 lakh മിനിമം ക്യാപിറ്റൽ വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 1 lakh വേണം. ഓക്കെ. ദെൻ സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ദ ബിസിനസ്. പബ്ലിക് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വേണം. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്നൊരു സർട്ടിഫിക്കറ്റും കൂടെ വേണം. ദെൻ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓൺലി ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് റിക്വയർഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം മതി. ദെൻ സൈസ്, പബ്ലിക് കമ്പനിയുടെ സൈസ് വെരി ലാർജ്, ജനറലി ലാർജ് സൈസ് ആയിരിക്കും. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സ്മോളർ ദാൻ എ പബ്ലിക് കമ്പനി, പബ്ലിക് കമ്പനിയേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും, സ്മോളർ ആയിരിക്കും. ബട്ട് ഇറ്റ് ക്യാൻ ബി എ ബിഗ് വൺ ആസ് വെൽ. എന്നാലോ വലുതാണ്, എന്നാൽ പബ്ലിക് കമ്പനിയുടെ അത്ര വലുതല്ല, എന്നാൽ വലുതാണ് എന്നുള്ള രീതിയിലാണ് പറയാം. ഓക്കെ, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഡിഫറൻസ് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായിട്ടും മീനിങ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി മീനിങ് ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട അതിന്റെ മീനിങ്, ടൈപ്സ് ഓഫ് കമ്പനി, അതുപോലെ തന്നെ ഈ ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.